നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യ കപ്പ് ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് നിങ്ങൾ മാധ്യമങ്ങളും സ്പോർട്സ് പേജുകളും സ്പോർട്സ് വീഡിയോകളും ഒക്കെ കേൾക്കുമ്പോൾ ഈ കളി വിലയിരുത്തി കാര്യങ്ങൾ പറയുന്നത് വളരെ ശുഷ്കമായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അധികവും മറ്റ് ഡ്രാമകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാട്ടം, ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളും അതിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കപ്പ് കൊടുക്കാത്തത്, കപ്പ് ലഭിക്കാത്തതിനെക്കുറിച്ച് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ BCCIയുടെ സെക്രട്ടറി പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും നമുക്ക് കുറച്ച് കളി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ കളി അതൊരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 കളികളിൽ പാകിസ്ഥാനെ നമ്മൾ കൊലവിളിച്ചതാണ്. ഈ കളിയിൽ അവരുടെ ഭാഗത്തുനിന്നൊരു ഫൈറ്റുണ്ടായി എന്നുള്ളത് കൊണ്ടും നമുക്ക് കുറച്ച് എറേഴ്സ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടും കളി ടൈറ്റായി. ചില സുഹൃത്തുക്കളുടെ കമൻറ്റൊക്കെ കണ്ടു, ഇനി ഞാൻ ക്രിക്കറ്റ് കാണൂല, കാരണം ഉറങ്ങാനും പറ്റുന്നില്ല, BP കൂട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഫൈനലുകൾ കിട്ടേണ്ടത്. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് 2 ത്രില്ലർ പോരാട്ടങ്ങൾ നമുക്ക് ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ശ്രീലങ്കയ്ക്കെതിരെ, അത് ഡെഡ് റബ്ബർ മാച്ചായിരുന്നെങ്കിലും ശ്രീലങ്ക നന്നായി ഫൈറ്റ് ചെയ്തതുകൊണ്ട് കളി സൂപ്പർ ഓവറിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ നന്നായി തുടങ്ങി, പിന്നെ പാകിസ്ഥാന് മാത്രം പറ്റുന്ന രൂപത്തിൽ കൊളാപ്സ്ഡായി. പക്ഷേ ബൗളിങ്ങിൽ അവർ മികച്ച രൂപത്തിൽ തുടങ്ങി വെച്ചു. പക്ഷേ ഭൂലോക മണ്ടത്തരം ക്യാപ്റ്റൻ ഇടയ്ക്ക് വെച്ച് ചെയ്തതുകൊണ്ട് കളി കൈവിട്ടു. നമ്മുടെ ചുണക്കുട്ടന്മാർ അത് മുതലെടുത്ത് വിജയിച്ചു. കൈയടിക്കണം തിലക് വർമ്മക്ക്, ഒപ്പം ശിവൻ ഡ്യൂബയ്ക്കും. അവരാണ് ഹീറോകൾ. ഈ പ്രഷറിനെ മനോഹരമായിട്ട് ടാക്കിൾ ചെയ്ത് വിജയത്തിലേക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുപോയത് അവരാണ്. ഏതായാലും കളി എല്ലാ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്. ESPN ക്രിക്കിൻഫോയും ക്രിക്ക് ബസും അങ്ങനെയൊക്കെയുള്ള പ്രമുഖ ക്രിക്കറ്റ് മീഡിയകളുണ്ടല്ലോ, അവരുടെ നിരീക്ഷണങ്ങളും പിന്നെ കളി കാണുമ്പോൾ കമൻറ്റേറ്റേഴ്സ് പറയുന്ന നിരീക്ഷണങ്ങളും നമുക്ക് തോന്നിയ കാര്യങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്, റാഫ്റ്റോക്സിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും മത്സരത്തിൽ ഇന്ത്യ ആദ്യം ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ 146 നമുക്ക് ഓൾ ഔട്ടാക്കാൻ പറ്റി. അവരുടെ 2 ഓപ്പണർമാർ ഫർഹാനും ഫക്കർ സമനും രണ്ടുപേരും നന്നായി കളിച്ചു. ഫർഹാൻ 57 റൺസും ഫക്കർ സമൻ 46 റൺസും അടിച്ചപ്പോൾ കുൽദീപ് കിടിലൻ ബൗളിംഗ് നടത്തി. 30 റൺസ് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തു. ഒറ്റ ഓവറിൽ 3 വിക്കറ്റ് അദ്ദേഹം പിഴുതിയിരുന്നു എന്ന കാര്യം ഓർക്കുക. മറുപടി ബാറ്റിങ്ങിൽ തിലകിൻ്റെ 69 നോട്ട് ഔട്ട്, ദ്യൂബയുടെ 33 റൺസ്. ഇന്ത്യ 2 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു. 5 വിക്കറ്റിന് വിജയം സ്വന്തമാക്കി. ഇനി വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോയാൽ, ഒരു ഘട്ടത്തിൽ നമ്മൾ ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടിയിരുന്നു. 20 റൺസിന് നമ്മുടെ 3 വിക്കറ്റ് വീണിരുന്നു. 146 റൺസാണ് പാകിസ്ഥാൻ ആകെ അടിച്ചത്. നമുക്ക് ജയിക്കാൻ വേണ്ട 147. അതിലേക്ക് അനായാസം പോകുമെന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. 20 റൺസിന് 3 വിക്കറ്റ്, അത് തന്നെ ഒരു റണ്ണൗട്ടിൽ നിന്ന് ഗില്ലി രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സഞ്ജുവും നമ്മുടെ തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്തുന്നു. സഞ്ജു ഒരു ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വീണ്ടും അതുപോലെ ഒരു അനാവശ്യ ഷോട്ടിന് പോയി. 13ാമത്തെ ഓവറിൽ അദ്ദേഹവും മടങ്ങിപ്പോയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഡ്യൂബ എത്തുന്നതും മികച്ച രൂപത്തിൽ തിലകിനെ സപ്പോർട്ട് കൊടുക്കുന്നതും നമ്മുടെ ടീമിനെ വിജയത്തോളം അടുപ്പിക്കുന്നതും. അവസാനം റിങ്കു ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഒറ്റ കളിയുമായി അദ്ദേഹം കളിച്ചിട്ടില്ല. അദ്ദേഹം ആകെ ഈ കളിക്ക് അദ്ദേഹത്തിന് ടീമിൽ ഇടം കിട്ടുന്നത് തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്ക് പറ്റുമ്പോൾ ബാറ്റിംഗ് ഡെപ്ത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അവസരം കൊടുത്തതാണ്. ആകെ നേരിട്ട് ഒറ്റ ബോൾ, ആ ബോൾ ബൗണ്ടറി അടിച്ചു. അത് വിന്നിങ് ഷോട്ടായി. കളി ജയിച്ച ആ ഹിസ്റ്റോറിക് മൊമെൻറ്റിൽ അദ്ദേഹമാണ് വിജയ ഷോട്ട് ഉതിർത്തത്. 41 വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ വിന്നിങ് റൺ അടിച്ചതാരാ? റിങ്കു സിംഗ്. ഏതായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു 4 അദ്ദേഹം നേടിയത്. ഇനി കളിയിൽ നമ്മൾ വിശദമായിട്ട് വന്നാൽ, ആദ്യം പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ പ്ലാനോടുകൂടിയാണ് എത്തിയത് എന്നൊരു തോന്നലുണ്ടായിരുന്നു.
ഷൈബ് സാദ ഫർഹാനും ഫക്കർ സമാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. നമുക്ക് ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തതുകൊണ്ട് ജസ്പ്രീത് ബൂമറക്കൊപ്പം ന്യൂ ബോൾ എടുത്തത് ശിവൻ ദ്യൂബി ആയിരുന്നു. അദ്ദേഹം ആദ്യ ഓവർ മനോഹരമായിട്ട് എറിഞ്ഞു. അദ്ദേഹം എറിഞ്ഞ ഓവറുകൾ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ തന്നാലാവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ബൂമറക്കും വിക്കറ്റുകൾ കിട്ടാതെ പോകുന്നു. പാകിസ്ഥാന് ആ ഒരു പവർ പ്ലേ കഴിയുമ്പോൾ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോയി എന്നുള്ളത് അവർക്ക് അനുകൂലമായിട്ട് ഒരല്പം കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തോന്നലാണ് അപ്പോൾ ഉണ്ടാക്കിയത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ബാബർ അസം അതുപോലെ തന്നെ മുഹമ്മദ് റിസ്വാൻ ഇങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കി അവർ മൂവ് ഓൺ ചെയ്യുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഈ താരങ്ങൾ T20ക്ക് പറ്റിയവരല്ല, T20ക്ക് പറ്റിയവർ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ളവർ വേണം, പ്രത്യേകിച്ച് പവർ പ്ലേയിലൊക്കെ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഷൈബ് സാദ ഫർഹാൻ അതിന് ഒരുങ്ങി തന്നെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. അയാൾ ബോൾ വീശി തുടങ്ങുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ പലപ്പോഴും അത് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ആണ് ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് 21 പന്തുകളിൽ നിന്ന് അയാൾ 26 റൺസ് എന്ന രൂപത്തിൽ നിന്നത്. പക്ഷെ പിന്നീട് അതേ ഷോട്ടുകളൊക്കെ തന്നെ അങ്ങനെയുള്ള അപ്രോച്ച് തന്നെ കണക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴോ റണ്ണ് താനെ വരികയും ചെയ്തു. 35 പന്തുകളിൽ നിന്ന് 50 റൺസിലേക്ക് അയാൾ എത്തിയതും അങ്ങനെയാണ്. 35 പന്തുകളിലാണ് അയാളുടെ 50 വരുന്നത്. അത് ഇങ്ങനെ സംഭവിച്ചതാണ്. ഇതേ ഷോട്ടിൽ നേരത്തെ അടിച്ച് ബീറ്റണായിപ്പോയി, മിസ്സിറ്റായിപ്പോയി. പക്ഷെ പിന്നെ കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് സ്കോറായിട്ട് മാറി. 5 4 3 6 അടക്കം അയാൾ 38 പന്തിൽ നിന്ന് 57 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫക്കർ സമാനും അതുപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമോ നമുക്ക് കുൽദീപ് യാദവ് നമ്മുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. കുൽദീപിനെതിരെ അവർ കൃത്യമായിട്ട് സ്റ്റെപ്പ് എടുത്തു. അതിൻ്റെ റിസൾട്ട് ആദ്യത്തെ 2 ഓവറുകളിൽ കുൽദീപ് 23 റൺസ് കൊടുത്തു. കളി പാകിസ്ഥാൻ പിടിക്കുകയാണ് എന്ന തോന്നലിലേക്ക് കാര്യങ്ങൾ പോകാൻ ഏറെയൊന്നും വേണ്ടല്ലോ. 10 ഓവറിന് മുമ്പ് തന്നെ 80 കടന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി പാകിസ്ഥാനെ താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഫർഹാൻ പുറത്താകുന്നു. വരുൺ ചക്രവർത്തിയുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്താകുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഡൗൺഫോളിന് ആദ്യ സ്റ്റെപ്പിട്ടു, ആദ്യ കല്ലിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ 10ാമത്തെ ഓവറിൽ 84-1 എന്ന രൂപത്തിലാണ് പാകിസ്ഥാൻ. സെയിം അയ്യൂബ് വരുന്നു. സെയിം അയ്യൂബ് സാധാരണ ഡക്കടിച്ച് പോകുന്ന ആളാണ്. പക്ഷേ ഇവിടെ അയാൾ ഡക്കടിക്കുന്നില്ല. ഒരുവിധം അയാൾ ക്രീസിൽ നിന്നു. അങ്ങനെ 11 പന്തുകളിൽ നിന്ന് 14 റൺസാണ് സെയിം അയ്യൂബിൻ്റെ സംഭാവന. സെയിം അയ്യൂബ് വീഴുമ്പോൾ പാകിസ്ഥാൻ 12.5 ഓവറുകളിൽ 113-ന് 2, അതായത് 113-1 എന്ന രൂപത്തിൽ നിന്ന ടീം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീണിട്ട് 146-ന് ഓൾ ഔട്ടാകുന്ന അസാധാരണമായ കാഴ്ച. ഇത് പാകിസ്ഥാനെ കൊണ്ട് മാത്രം കഴിയുന്നതാണ് ഇങ്ങനെ സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ ഓണാക്കാൻ. റണ്ണേ ബോൾ കളിച്ചാൽ പോലും മോശമല്ലാത്ത സ്കോറിലേക്ക് എത്തുമെന്ന് ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നോക്കണം. പിന്നാലെ വീഴുന്നു ഫക്കർ സമനെയും പുറത്താക്കുന്ന വരുൺ ചക്രവർത്തിയാണ്. അപ്പോൾ വരുൺ ചക്രവർത്തി കൊടുത്ത നോക്കൗട്ട് പഞ്ച് അതിലൊരു വീണിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കൂടി അങ്ങ് ചേർന്ന് ശരിയാക്കി കൊടുത്തു. കുൽദീപ് ആദ്യത്തെ 2 ഓവറിൽ കിട്ടിയതിന് തിരിച്ച് നല്ല പണി കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പം വരുൺ ചക്രവർത്തി കാര്യങ്ങൾ തുടങ്ങി വെച്ചു. ബാക്കി നമ്മുടെ മറ്റ് ബൗളർമാർ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. സോ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 44 പന്തുകൾ ഇനിയും ബാക്കിയുണ്ട്, 107-1 എന്ന രൂപത്തിൽ നിൽക്കുന്നു. അവിടെ നിന്നാണ് അവർ ഈ രൂപത്തിലേക്ക് വീണ് പോകുന്നത്. 9 വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോരാടാനുള്ള ഒരു ആവേശം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ ആകെ പാനിക്കായെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ വിക്കറ്റുകൾ വീഴുമ്പോൾ അധികവും സംഭവിച്ചത് സ്ലോഗുകൾക്ക് അവർ ശ്രമിക്കുന്നു, വിക്കറ്റുകളൊക്കെ മിസ്സിറ്റുകളാകുന്നു, അത് വിക്കറ്റുകളായിട്ട് പരിണമിക്കുന്നു. ഇതാണ് പിന്നീടങ്ങ് സംഭവിച്ചത്. ആകെ 2 ആളുകളാണ് 15 റൺസ് ക്രോസ് ചെയ്തു പോയത്. അത് ഫർഹാനും ഫക്കർ സമനുമായിരുന്നു. പിന്നെ വന്നവർ സെയിം അയ്യൂബ് 14, മുഹമ്മദ് ഹാരിസ് ഡക്ക്, സൽമാൻ അലി ആകെ 8, താലത്ത് 1, നവാസ് 6, ഷൈൻഷാ അഫ്രീദി ഡക്ക്, ഫഹീം അഷ്റഫ് ഡക്ക്, ഹാരിസ് റൌഫ് 6. ഇങ്ങനെ അവർക്ക് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റാതെ 5 പന്തുകൾ ശേഷിക്കെ അവർ ഓൾ ഔട്ടാവുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിൽ ഒറ്റ ഓവറിൽ 3 വിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ കുൽദീപ് യാദവ് അവരുടെ നെഞ്ചിൻകൂട് തകർത്തു എന്ന് പറയാം. നെഞ്ചിൻകൂട് തകർത്തു, അതങ്ങ് പൊളിച്ചിട്ടു. സോ കുൽദീപ് യാദവ് 4 ഓവറിൽ 30 റൺസിന് 4 വിക്കറ്റ്. ആദ്യത്തെ 2 ഓവറുകളിൽ 23 റൺസോളം പോയ കുൽദീപ് യാദവാണ് എന്ന കാര്യം കൂടി നോക്കണം. പിന്നെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 30 റൺസിന് 2 വിക്കറ്റ്, അക്സർ പട്ടേൽ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ്, ബൂംറ 3.1 ഓവറുകളിൽ 25 റൺസിന് 2 വിക്കറ്റ്. സോ നമ്മുടെ
ബൗളിങ് ശരിക്കും അവരെ 146 ഒതുക്കിയത് തന്നെ നമ്മൾ വിജയിച്ചു എന്ന് തോന്നിയതാണ്. കളിക്ക് മുമ്പ് വിലയിരുത്തിയിരുന്നല്ലോ 170 റൺസ് വരികയാണെങ്കിൽ അത് മാച്ച് വിന്നിങ് സ്കോറാവും. നമ്മൾ പ്രിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലൈവ് പ്രിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 140-150 ഒതുക്കാൻ പറ്റിയ കളി നമ്മുടെ കയ്യിലിരിക്കുമെന്ന്. അനായാസം ഇന്ത്യ ചേസ് ചെയ്യുമെന്ന് തോന്നിച്ച ഘട്ടമാണത്. പക്ഷേ തുടക്കത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബാറ്റർമാർ വിക്കറ്റുകൾ വലിച്ചെറിയുന്നൊരവസ്ഥ. കാരണം വലിയ സ്കോറൊന്നുമില്ല. 6 ഓവറിൽ നിങ്ങൾ 50 അടിക്കേണ്ട കാര്യമേ ഇല്ല. അതല്ല ആ പിച്ചിൻ്റെ സ്വഭാവം. അതനുസരിച്ചാണ് കളിക്കേണ്ടിയിരുന്നത്. പക്ഷേ അഭിഷേക് ശർമ്മ തുടക്കത്തിൽ തന്നെ വീഴുന്നു. 6 പന്തിൽ 5 റൺസാണ് അടിച്ചത്. ഫഹീം അഷ്റഫിൻ്റെ പന്തിൽ ഹാരിസ് റൌഫ് പിടിച്ചു പുറത്താവുകയായിരുന്നു. എന്നാൽ ശുഭ്മൻ ഗില്ലോ ഒരു റണ്ണൗട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഗില്ല് 10 പന്തിൽ നിന്ന് 12 റൺസാണ് അടിച്ചത്. നമ്മുടെ സൂര്യ ആണെങ്കിലോ, സൂര്യ ഏറ്റവും വേസ്റ്റ് ഫോമിലാണ്. ആകെ അദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇപ്പോൾ T20 കളിക്കുന്നത്. അതിലെ അവസ്ഥ ഇതാണ്. ഇന്നലെ അടിച്ചത് 1 റൺസാണ്. 5 പന്തിൽ 1 റൺസ്. ഷൈൻ ഷാഫ്രീദിയുടെ പന്തിൽ സൽമാൻ അലി ആകെ ആ ജഗളൊക്കെ ചെയ്ത് ഒരു വിധത്തിൽ ക്യാച്ച് പിടിച്ചൊപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വിക്കറ്റുകൾ ഇങ്ങനെ തുടരെ വീഴുന്നു. ശരിക്കും ആ പിച്ച് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നതിലുപരി നമ്മുടെ അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നം കൂടിയായിരുന്നു അത്. എന്തിനാണ് അത്തരത്തിൽ വിക്കറ്റുകൾ വലിച്ചെറിയുന്നൊരവസ്ഥയുണ്ടായെന്ന് അറിയില്ല. എന്നാൽ പിന്നെ സഞ്ജു സാംസൺ വരുന്നു. സഞ്ജുവും തിലകും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സഞ്ജുവിൻ്റെ നല്ല ടച്ച്ഫുൾ ആയിട്ടുള്ള ചില ഷോട്ടുകളുണ്ടായിരുന്നു. 2 4-ഉം ഒരു 6-ഉം അടിച്ചു അദ്ദേഹം. 24 റൺസിലെത്തിയപ്പോൾ അബ്രാർ അഹമ്മദിൻ്റെ ആ പന്തിൽ ആ ഒരു ഷോട്ട്, ആ ബോളിൻ്റെ ടേൺ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പന്ത് കുത്തനെ ഉയർന്നു, അദ്ദേഹം ഔട്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു ഈസി ക്യാച്ചിൽ നിന്ന് സഞ്ജു രക്ഷപ്പെട്ടു പോയതാണ്. എന്നിട്ടാണ് പിന്നീട് ഈ രൂപത്തിൽ അദ്ദേഹം ഔട്ടായി പോകുന്നത്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ കുറച്ചുകൂടി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ല. അബ്രാറും സെയിം അയ്യൂബും ചേർന്നുകൊണ്ട് നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു. അതായത് ഒട്ടും പേസ് ഇല്ലാതെയാണ് പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പാകിസ്ഥാൻ. 2 സ്പിന്നർമാരും കൂടി ഉപയോഗിച്ചതോടുകൂടി നമ്മുടെ റൺസ് ഡ്രൈഡ് അപ്പ് ആവുന്ന അവസ്ഥ. അബ്രാർ എറിഞ്ഞ 13ാമത്തെ ഓവറിൽ അയാൾ ആകെ കൊടുത്ത 2 റൺസാണ്, ഒരു വിക്കറ്റ് വീഴ്ത്തി. 14ാമത്തെ ഓവറിൽ സെയിം അയ്യൂബ് 5 റൺസ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പം പാകിസ്ഥാന് മനസ്സിലാക്കേണ്ടതാണ് ആ ഘട്ടത്തിൽ പിച്ച് ഗ്രിപ്പ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് എന്ന് മാത്രമല്ല, പേസ് ഓഫ് ആണെങ്കിൽ ബൗണ്ടറി അടിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പെർഫെക്റ്റായിട്ട് ടൈം ചെയ്യണം, ബോൾ പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി തന്നെയാണെന്ന്. അപ്പം തിലക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനോട് അഡാപ്റ്റ് ചെയ്ത് ക്രീസിൽ നിന്നതാണ്. പക്ഷേ അവിടെയാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ്റെ ഭീമാബദ്ധം സംഭവിച്ചത്. തൻ്റെ ടീമിലെ ഏറ്റവും നല്ല ബൗളർ എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഹാരിസ് റൌഫിനെ കൊണ്ടുവരുന്നു. പേസ് ഓൺ ആയതോടുകൂടി റണ്ണും ഓണായി. കൃത്യമായിട്ട് ബൗണ്ടറികളും സിക്സറുകളും അടിച്ചുകൊണ്ട് ആ ഒറ്റ ഓവറിൽ ദ്യൂബയുടെ സഹായം കൂടി കിട്ടി. ആ ഒറ്റ ഓവറിൽ തിലകും ദ്യൂബയും ചേർന്ന് 17 റൺസാണ് അടിച്ചത്. അതായത് 6 ഓവറിൽ 64 റൺസ് എന്ന രൂപത്തിൽ നിന്നിരുന്ന ആ ടാർഗറ്റ് വല്ലാതെ നമുക്ക് കുറക്കാൻ പറ്റി. അത് 47 റൺസിലേക്ക്, 5 ഓവറിൽ 47 റൺസിലേക്ക് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റിയത് ആ ഒറ്റ ഓവറിലാണ്. പിന്നെ അതുവരെ ഏത് എൻഡിൽ നിന്നാണോ അബ്രാർ നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിന്ന് മാറ്റി നേരെ ഓപ്പോസിറ്റ് എൻഡിൽ കൊണ്ടുവന്നു പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ. ആദ്യ പന്ത് തന്നെ 6 അടിച്ചുകൊണ്ട് അതിനും പണി കൊടുത്തു. അവിടെ പാകിസ്ഥാൻ കളി കൈവിട്ടു എന്ന് മാത്രമല്ല, നോക്കുക, കൃത്യമായിട്ട് തിലകും ദ്യൂബയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കളിയിൽ നമ്മൾ നോക്കിയാൽ തിലക് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു. അധികം ഇമോഷൻസ് ഒന്നും അദ്ദേഹം കളിക്കകത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. 50 അടിച്ചപ്പോൾ ആ തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ അദ്ദേഹം കാണിച്ചു. കളി ജയിച്ചപ്പോഴാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാർട്ട് സെലിബ്രേഷനും മറ്റുമൊക്കെ വരുന്നത്. അതേസമയം ദ്യൂബെ കൃത്യമായിട്ട് തന്നെ ഏൽപ്പിച്ച പണി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വക 2 സിക്സറുകൾ വന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിക്സർ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു 6 ഹിറ്റിംഗ് കപ്പാസിറ്റി, സ്പിന്നർക്കെതിരെയുള്ള 6 ഹിറ്റിംഗ് കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായി കാണിക്കുന്നതായിരുന്നു. സോ അബ്രാറിനെ എടുത്ത് സിക്സറിന് പറത്തിയത്. എന്നാൽ ഫഹീം അഷ്റഫിനെതിരെ അടിച്ച സിക്സർ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അതിന് മുമ്പ് ഫഹീം അഷ്റഫിൻ്റെ ഓവറിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഫഹീം അഷ്റഫ് എന്താണ് ചെയ്യുന്നത്, ബോൾ ഓഫ് സ്റ്റമ്പിന് വെളിയിലേക്ക് ഒരുപാട് അപ്പുറത്തേക്ക് എറിഞ്ഞ് ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് 19ാമത്തെ ഓവറിൽ ഫേസ് ചെയ്യുന്ന ഘട്ടത്തിൽ വളരെ ട്രിഗർ ചെയ്തുകൊണ്ട് മുന്നോട്ടങ്ങ് വന്നിട്ട് ആ ബോളിനോട് ക്ലോസ് ചെയ്ത് എത്തിയിട്ട് അടിച്ചങ്ങ് പറത്തി സിക്സറിലേക്ക് ഇട്ടു. ആ ഗെയിം റീഡിങ് എബിലിറ്റി എടുത്ത് പറയണം. അതുകൂടി ചേർന്നപ്പോൾ കളി അനായാസം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു.
22 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 33 റൺസ് അടിച്ചു. ഫൈം അഷ്റഫിൻ്റെ പന്തിൽ ഷഹീൻ ഷാ അഫ്രീദി പിടിച്ച് പുറത്താക്കുമ്പോഴേക്കും ടീം ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാന ഘട്ടത്തിലെ വിജയം, ആ ഒരു വിന്നിംഗ് ടച്ച് കൊടുക്കുന്നത് നമ്മുടെ റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗിൻ്റെ ബൗണ്ടറിയിലൂടെ നമ്മൾ വിജയിച്ച് കയറുകയും ചെയ്തു. സോ ഇന്ത്യയുടെ ഒരു സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ 5 റൺസ്, ഗില്ല് 12 റൺസ്, സൂര്യകുമാർ യാദവ് 1 റൺസ്, 20-3 എന്ന രൂപത്തിലാണ് ഇന്ത്യ. അവിടെ നിന്നാണ് പിന്നെ സഞ്ജുവും തിലകും ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. സഞ്ജു 21 പന്തിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം 24 റൺസ്. ദ്യൂബ 22 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 33 റൺസ്. തിലകാണ് നമ്മുടെ തിലകക്കുറി. 53 പന്തിൽ നിന്ന് 3 4ഉം 4 6ഉം അടക്കം അദ്ദേഹം 69 റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഹാരിസ് റൌഫിന് തന്നെ നല്ല മുട്ടം പണി കൊടുത്തു. 3.4 ഓവറിൽ 50 റൺസാണ് അയാൾ വിട്ടുകൊടുത്തത്. ഒറ്റ വിക്കറ്റ് വയക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. സോ ഈ കളി നമ്മൾ ഒരുപാട് ഇറാറ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ബാറ്റിങ്ങിലൊക്കെ സംഭവിച്ചിട്ടെങ്കിൽ പോലും ഈ കളി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ നമ്മൾ കൈയടിക്കേണ്ടത് തിലകിനും അതുപോലെ തന്നെ ശിവൻ ദ്യൂബയ്ക്കുമാണ്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നത് അവർ കൃത്യമായിട്ട് കാണിച്ചു തന്നു. പാകിസ്ഥാനെതിരെ ഇതാ വിജയിച്ചുകൊണ്ട് നമ്മൾ കിരീടത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരു ത്രില്ലർ ഫൈനൽ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ത്രില്ലർ ഫൈനൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഏകപക്ഷീയമായിട്ട് നമ്മുടെ ടീം വിജയിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ ഒരു ത്രില്ലർ ഫൈനൽ വന്നു. ആ ഒരു ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തി. സൂപ്പർ മാച്ചായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വേറെയാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ചർച്ച മറുഭാഗത്ത് അങ്ങനെ നടക്കട്ടെ. കളിയെക്കുറിച്ച് ഇതിൻ്റെ കൂടെ പറയണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ റിവ്യൂ നമ്മൾ വിശദമായിട്ട് തന്നെ ചെയ്തത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.